ഇസ്രായേലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ തമീർ പാർദോ 2011 മുതൽ 2016 വരെ മൊസാദ് ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ ആക്രമണങ്ങളെ നാസി ജർമ്മനിയിലെ ജൂതവിരുദ്ധ ക്രൂരതകളോട് ഉപമിച്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ പ്രസ്താവനയുടെ ആഴത്തിലുള്ള തലങ്ങൾ നമുക്ക് പരിശോധിക്കാം. തമീർ പാർദോയുടെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള രോധനം കൂടിയാണ്. തന്റെ അമ്മ ഹോളോകോസ്റ്റ് അതിജീവിച്ച വ്യക്തിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജൂതന്മാർ അനുഭവിച്ച അതേ വിവേചനവും ആക്രമണവും ഇന്ന് ഫലസ്തീനികൾക്ക് നേരെ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജൂതനാണെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ധാർമ്മിക അടിത്തറ ഇളക്കുന്നു എന്നതിന്റെ സൂചനയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാധാനമായോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായോ ഉള്ള ഒരു സ്ഫോടകാത്മക സാഹചര്യം വെസ്റ്റ് ബാങ്കിൽ രൂപപ്പെടുന്നുണ്ടെന്ന് പാർദോ മുന്നറിയിപ്പ് നൽകുന്നു. ദശലക്ഷക്കണക്കിന് ഫലസ്തീനികളെ സൈനിക ശക്തിയും കുടിയേറ്റ ആക്രമണങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾക്ക് വിത്തിടും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സംഘർഷം മുൻപത്തേക്കാൾ വേദനാജനകമായിരിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സർക്കാരിനെതിരെ പാർദോ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ ഭരണകൂടത്തിന് അറിയാമെങ്കിലും അവ ബോധപൂർവം അവഗണിക്കപ്പെടുകയാണ്. വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ ഇസ്രായേലിനെ ലെബനന്റെ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തീവ്ര വലതുപക്ഷ കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്ന ഔദ്യോഗിക പിന്തുണ രാജ്യത്തെ രണ്ട് തട്ടിലാക്കുന്നു. പ്രശസ്ത ഇസ്രായേലി തത്വചിന്തകനായ യെശയാഹു ലൈബോവിറ്റ്സിന്റെ ദശകങ്ങൾക്ക് മുമ്പ് നടത്തിയ നിരീക്ഷണം പാർദോ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു ജനതയെ ദീർഘകാലം അടിച്ചമർത്തുന്നത് ആ ജനതയെ മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തുന്ന സമൂഹത്തെയും, അതായത് ഇസ്രായേലിനെയും അഴിമതിയിലേക്കും ധാർമ്മിക അധിപതനത്തിലേക്കും നയിക്കും. ഈ അവസ്ഥ ഇപ്പോൾ ഇസ്രായേലിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. 2023 ഒക്ടോബറിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളുടെ ഭൂമി കയ്യേറ്റവും കന്നുകാലികളെ മോഷ്ടിക്കലും വീടുകൾ ആക്രമിക്കലും പതിവായി മാറിയിരിക്കുന്നു. പലപ്പോഴും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സാന്നിധ്യത്തിലാണ് കുടിയേറ്റക്കാർ ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം പാർദോയുടെ വാക്കുകൾ ശരിവെക്കുന്നു. വെള്ളം, കൃഷിഭൂമി, യാത്രാ സ്വാതന്ത്ര്യം എന്നിവ നിഷേധിക്കപ്പെടുന്നതിലൂടെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾ വലിയൊരു മാനുഷിക ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. ഒരു മുൻ ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ തമീർ പാർദോയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ അതിന്റെ സുരക്ഷാ നയങ്ങളും ഫലസ്തീനികളോടുള്ള സമീപനവും പുനർപരിശോധിച്ചില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ആഭ്യന്തര തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ഈ വിശകലനം വ്യക്തമാക്കുന്നത്. ഭരണകൂടം വിതയ്ക്കുന്ന ആക്രമണത്തിന്റെ വിത്തുകൾ വലിയൊരു സാമൂഹിക സ്ഫോടനമായി മാറുമെന്ന ഗൗരവകരമായ മുന്നറിയിപ്പാണ് തമീർ പാർദോ നൽകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.